ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ജനുവരി 6-ാം തീയതി എപ്പിഫനി അഥവാ ധനഹ തിരുനാൾ എന്ന തിരുനാൾ ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ പിണ്ടിപ്പെരുന്നാൾ എന്നൊക്കെ പലതരം പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ദിവസമാണിന്ന്. ഒരുപാട് കാര്യങ്ങൾ ഓർക്കുന്ന ഒരു ദിവസം. ഈശോയുടെ ജനനവും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ ആദ്യം ഈ ധനഹ തിരുനാളിൽ ഓർക്കുന്നത്. എപ്പിഫനി ഗ്രീക്കിൽ നിന്നും ഉണ്ടായിട്ടുള്ളൊരു ഇംഗ്ലീഷ് പദമാണ്. അത് ധനഹ സുറിയാനി പദവുമാണ്. ഇതിൻ്റെ അർത്ഥം പ്രത്യക്ഷീകരണം അഥവാ ഉദയം എന്നാണ്. അതായത് ഈശോയുടെ ജനനം ആട്ടിടയന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. രണ്ടാമത് വിജാതീയരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർക്കാണ് വെളിപ്പെടുത്തി കൊടുത്തത്. ഈശോയുടെ ഉദയം വെളിപ്പെടുത്തി കൊടുത്തത് പാവപ്പെട്ട ആട്ടിടയന്മാർക്കാണെന്ന്. രണ്ടാമത് സ്വർഗം അത് പറഞ്ഞു കൊടുത്തത് ശാസ്ത്രജ്ഞന്മാർക്കാണ്, അതായത് വലിയ പണ്ഡിതന്മാർക്ക്. 3 ആളുകൾ, അവർ ക്രിസ്ത്യാനികളൊന്നും ആയിരുന്നില്ല, ഈശോയിൽ വിശ്വസിക്കുന്നവരൊന്നും ആയിരുന്നില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവർ 3 രാജാക്കന്മാരാണ് എന്നും പറയുന്നുണ്ട്, ശാസ്ത്രജ്ഞന്മാരാണെന്നും പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന യഹൂദന്മാർ ആ ഗണത്തിൽപ്പെടുന്നവരല്ലായിരുന്നു ഇവർ. എന്നിട്ടും ഇവർക്കാണ് സ്വർഗം അത് വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ ഈശോ ക്രിസ്ത്യാനിക്കോ അല്ലെങ്കിൽ യഹൂദർക്കോ ഒരു കുറച്ച് ഗണം ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ദൈവമായ ഈശോ ക്രിസ്തു ജനിക്കുന്നത് ലോകം മുഴുവന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈശോ ഏകരക്ഷകൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും വേണ്ടിയുള്ളവനാണ്. ഈ രാജാക്കന്മാരുടെ പേര് അല്ല, ഗാസ്പർ, ബാൽത്തസാർ, മെൽക്കിയോർ എന്നൊക്കെയാണെന്നാണ് പറയുന്നത്. ഈ പിണ്ടിപ്പെരുന്നാളിന് പലതരം ചിന്തകൾ കൊടുക്കുന്നവരുണ്ട്. ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഈശോ സ്വീകരിച്ച മാമോദീസായുടെ ഓർമ്മയായിട്ടും എപ്പിഫനിയെ, ധനഹയെ കാണുന്നു. ആദ്യം ഈശോ അഖില ലോക ജനങ്ങൾക്കും വേണ്ടി ജനിച്ചവനാണ് എന്ന് അതാണ് ഓർക്കുന്നത്. അതുപോലെ ഈശോ ജനിച്ച നാളുകളിൽ പൗരസ്ത്യ ദേശത്ത് നിന്ന് ശാസ്ത്രജ്ഞന്മാർ ജെറൂസലേമിലെത്തി എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്. പിന്നെ നമുക്കറിയാം, ഹെറോദോസ് രാജാവിനോടാണ് പോയിട്ട് അന്വേഷിച്ച്. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ കാണുമ്പോൾ എന്നെ അറിയിച്ചോളൂ എന്നൊക്കെ. പിന്നെ ഈ രാജാക്കന്മാരെ നയിച്ചത് നക്ഷത്രമാണ്. നക്ഷത്രത്തെ അനുഗമിച്ചാണ് അവർ മുന്നോട്ട് നടന്നപ്പോൾ കാലിത്തൊഴുത്തിലെത്തിയത്. അവർ കാഴ്ച കൊണ്ടുവന്നത് സ്വർണവും കുന്തിരിക്കവും മീറയുമാണ്. ഇത് ഈശോയുടെ രാജത്വത്തെയും ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും ഓർമ്മിപ്പിക്കുന്നതാണ്. ഈശോ രാജാവാണ്, ഈശോ ദൈവമാണ്, ഈശോ മനുഷ്യനുമാണ്. നമുക്ക് ഈ ദിവസം ഈശോയുടെ ശൈശവകാലത്തെ രഹസ്യങ്ങളെ ഓർക്കുന്നത് നല്ലതാണ്. ഈശോയുടെ ചേതനാചാരം അത് നമുക്ക് ഇന്ന് ഓർക്കുന്നത് നല്ലതാണ്. പൂജാരാജാക്കന്മാർ വന്ന് ആരാധിച്ചത് നമുക്കിന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഈശോയുടെ
മാമോദീസായും നമുക്ക് ഓർക്കാം. ഈശോയുടെ ഛേദനാചാരം നടത്താനുള്ള ഒരുക്കങ്ങൾ വിശുദ്ധ ഔസേപ്പിതാവും മാതാവും കൂടി നടത്തുന്നത് അഗ്രതയിലെ വാഴ്ത്തപ്പെട്ട മേരി വിവരിക്കുന്നത് വളരെ രസകരമാണ്. സിസ്റ്റർ മരിയ ഔസേപ്പും മാതാവും കൂടി കുട്ടിയെ ഛേദനാചാരം ചെയ്യേണ്ട കാര്യം ചർച്ച ചെയ്യുന്നതും പിന്നെ കുഞ്ഞിനെ അതെങ്ങനെ വിഷമിപ്പിക്കും എന്നും അതീവ മൃദുലമായ ശരീരം എന്ത് സംഭവിക്കുമെന്നുമൊക്കെയുള്ള അവരുടെ ചിന്തയും ദൈവത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ആ ചർച്ചകളും അതിമനോഹരമാണ് കേട്ടോ. അങ്ങനെ പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും ഒരു പുരോഹിതനെ അവരുടെ ഗുഹയിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു എന്നാണ് വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയായുടെ ദർശനങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്. എന്നിട്ട് ചേതനാചാര കർമ്മം നിർവഹിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു. നമുക്ക് ഒരു ചെപ്പ് കരുതി വയ്ക്കണം, അതിവിശുദ്ധമായിട്ടുള്ള ഒരു ബോക്സ്. എന്തിനാണെന്ന് വെച്ചാൽ ഉണ്ണിയുടെ ശരീരത്തിൽ നിന്നും വരുന്ന കൊച്ചു ശരീരഭാഗം പോലും എടുത്തു വയ്ക്കണമെന്ന് തിരിശേഷിപ്പായിട്ട്. അപ്പോൾ ഊർന്നു വീഴുന്ന രക്തവും സൂക്ഷിച്ചു വയ്ക്കണമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി ചേതനാചാരം നടത്തുന്നതും അപ്പോൾ പുരോഹിതൻ പേരെഴുതി യേശു എന്ന നാമമാണ് പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും പറഞ്ഞു കൊടുക്കുന്നത്. കാരണം രണ്ടുപേർക്കും ദർശനം കിട്ടിയിട്ടുണ്ടല്ലോ. ആ പേരെഴുതുമ്പോൾ പുരോഹിതൻ്റെ കൈകൾ വിറച്ചതും അദ്ദേഹം പറഞ്ഞു, ഈ കുഞ്ഞ് അത്യുന്നതൻ്റെ ഒരു പ്രവാചകനായി തീരുമെന്നതിൽ ഒരു സംശയവുമില്ല എന്ന്. പ്രിയ സഹോദരങ്ങളെ, ദൈവമായിട്ടുള്ള കർത്താവിനെ യേശു ക്രിസ്തുവിനെ എന്തിനാണ് ചേതനാചാരം നടത്തുന്നത്? ദൈവമായ കർത്താവ് എന്തിനാണ് ജ്ഞാനസ്നാനം മുങ്ങുന്നത്? അതിൻ്റെ ഒരു ഉത്തരമാണ് പൂജാരാജാക്കന്മാരുടെ ആരാധന. പൂജാരാജാക്കന്മാർ പേർഷ്യ, അറേബ്യ, സാബ എന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു എന്നാണ് അഗ്രതയിലെ മരിയ വെളിപ്പെടുത്തുന്നത്. ഈ 3 രാജാക്കന്മാർ കൊണ്ടുവന്ന സ്വർണം, മീറ, കുന്തിരിക്കം, ഇത് 3ഉം ഈശോയുടെ രാജത്വത്തെയും ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ദൈവം മനുഷ്യനാണ് എന്നതും ഈ നിയമങ്ങൾക്കൊക്കെ കീഴ്പ്പെടാൻ ഞാനും ബാധ്യസ്ഥനാണ് എന്നതും ആണിവിടെ ഓർക്കുന്നത്. ദൈവമാണ് എങ്കിലും, രാജാവാണ്, രാജാക്കന്മാരുടെ രാജാവാണ് എങ്കിലും ഈശോ എത്രയോ കീഴ്പ്പെട്ട് ചേതനാചാരം നടത്തുന്നു. അതുപോലെ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു. ജ്ഞാനസ്നാനം കൊടുക്കേണ്ടവൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു. ഇന്നത്തെ ഈ ദിവസം നമുക്ക് ഇങ്ങനെ ഓർക്കാം, എത്ര വലിയവനായാലും നിയമം തന്നെയാണ്. എളിമയുള്ളവർക്ക് നിയമം പാലിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിക്കുന്നവർക്ക് ഒരിക്കലും നിയമം പാലിക്കാൻ കഴിയില്ല. കുടുംബത്തിലായാലും സമൂഹത്തിലായാലും എത്ര വലിയവനായാലും കുടുംബനാഥനെ അനുസരിക്കണം. പാപമല്ലാത്തതാണെങ്കിൽ കുടുംബനാഥനെ അനുസരിക്കണം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. സമൂഹത്തിലായാലും സമൂഹ ജീവിതമായാലും എത്ര വലിയവനായാലും നിന്നെ നയിക്കുന്നവനെ അനുസരിക്കണം. അതാണ് ഈശോ നമുക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാക്കി തരുന്നത്. മാമോദീസ സ്വീകരിക്കുന്ന ഈശോയെ നമുക്ക് ഓർക്കുമ്പോൾ നമുക്ക് നമ്മുടെ മാമോദീസ ഒന്ന് ഓർക്കാം. നമുക്ക് ഓർമ്മയില്ലാത്ത സമയത്താണ് എങ്കിലും മാമോദീസായിലൂടെ നമുക്ക് ഉത്ഭവപാപത്തിൽ നിന്ന് മോചനവും വിശുദ്ധിയുടെ ഒരു വസ്ത്രവും തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ വെള്ള ഉടുപ്പൊക്കെ ഇട്ട് അത് നമ്മൾ പങ്കെടുക്കുന്നത്. ആ വിശുദ്ധിയുടെ വസ്ത്രം മരണം വരെ
കറ പുരളാതെ കൊണ്ട് നടക്കണം, സൂക്ഷിക്കണം എന്നതാണ് അതിൻ്റെ അർത്ഥം. ആ വസ്ത്രം അഴുക്ക് പറ്റാതെ നമ്മൾ സൂക്ഷിക്കണം. അഴുക്ക് പറ്റിയാൽ ആ വസ്ത്രം വിശുദ്ധമല്ലാതായിത്തീരും. അപ്പോൾ പിന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ വിവാഹ വസ്ത്രം, വിശുദ്ധിയുടെ വസ്ത്രം അണിയാതെ ആരാണ് ഈ വിരുന്നിൽ കയറി പറ്റിയത്? അവനെ പുറത്തേക്കെറിയേ, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. വിശുദ്ധിയുടെ വസ്ത്രത്തിന് എന്തെങ്കിലും മങ്ങലേറ്റിട്ടുണ്ടോ? മാമോദീസായിൽ നമ്മൾ സ്വീകരിച്ച ആ വസ്ത്രം ഇന്നും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടോ എന്ന് ഇന്ന് നമുക്കൊന്ന് ഓർക്കാം. ഒരിക്കലും അതങ്ങനെ നിലനിൽക്കുന്നുണ്ടാകില്ല. അതുകൊണ്ടാണല്ലോ ഓരോ വിശുദ്ധരും മരണത്തിന് മുമ്പ് പറയുന്നത്, മാമോദീസായിൽ എനിക്ക് കിട്ടിയ വസ്ത്രം കറ പുരളാതെ കൊണ്ട് നടക്കാൻ എനിക്ക് സാധിച്ചു എന്ന്. വിശുദ്ധ ചാവറ പിതാവ്, വിശുദ്ധ അൽഫോൻസമ്മ ഒക്കെ പല വിശുദ്ധരും ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവർ ആ വസ്ത്രത്തിന് കറ പുരളാതിരിക്കാനാണ് ഈ ജീവിതം മുഴുവൻ ശ്രദ്ധിച്ചത്. അതിൻ്റെ ഏറ്റവും വലിയ സ്റ്റെപ്പ് അനുസരണം വേണം എന്നതാണ്, എളിമ വേണം എന്നതാണ്. എളിമയുണ്ടെങ്കിൽ വിശുദ്ധിയും അനുസരണവും ഒക്കെ ഉണ്ടാകും. പരിശുദ്ധാത്മാവിനെ അതിനായിട്ട് നമ്മൾ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് നമുക്ക് ഓർക്കാം, പൂജാരാജാക്കന്മാർ ഉണ്ണീശോയെ വന്ന് ആരാധിക്കുന്നത്. ആ സമയത്ത് പരിശുദ്ധ മാലാഖ ബെത്ലഹേമിൽ നിന്നുള്ള ഈ സദ്വാർത്ത അറിയിച്ച നിമിഷം വെട്ടിത്തിളങ്ങുന്നൊരു മനോഹരമായ നക്ഷത്രം അവിടെ പ്രത്യക്ഷപ്പെട്ടു ആകാശത്ത്. മറ്റുള്ള നക്ഷത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ശോഭ ഈ നക്ഷത്രത്തിനുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും അവർ പുറത്തു വന്നു. പല സ്ഥലത്തു നിന്നാണ് ഇവരെത്തിയത്. എന്നിട്ട് ഒരേ സമയം ഈ നക്ഷത്രം കാണുന്നു. നക്ഷത്രം ഒന്നു തന്നെയാണ്. നമുക്ക് മനസ്സിലാക്കാം, പല സ്ഥലങ്ങളിലും പല നാടുകളിലുമുള്ള പല ജാതി മനുഷ്യർ ഒരേയൊരു നക്ഷത്രത്തിനെയാണ് കാണുക. അവസാന ദിവസങ്ങളിൽ യേശു ആകുന്ന നക്ഷത്രം. ഈ രാജാക്കന്മാർ ഗുഹയിൽ വന്ന് ഉണ്ണീശോയെ ആരാധിക്കുമ്പോൾ അവർക്ക് ആശ്ചര്യം വന്ന ഒരു കാര്യമാണ് ഈ കുടുംബത്തിൻ്റെ ദാരിദ്ര്യ അരൂപി അവരെ അതിശയിപ്പിച്ചു എന്നാണ് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിൽ കുറവുകളുണ്ടാകുമ്പോൾ നമ്മളെങ്ങനെയാണ് ചിന്തിക്കുക? പക്ഷേ ദാരിദ്ര്യമുള്ളിടത്ത് വന്നപ്പോൾ ഈ രാജാക്കന്മാർ അതിശയിച്ചു പോയി എന്ന് ഈ അരൂപിയെ കണ്ടിട്ട്. ഈ രാജാക്കന്മാരുടെ കൂടെ വേറെ കുറേ ആളുകളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഉണ്ണീശോയെ ആരാധിക്കാൻ വേണ്ടി. പക്ഷേ അവർക്കൊന്നും ഈ നക്ഷത്രം കണ്ടില്ല. അവർക്ക് ഈ നക്ഷത്രം കാണാനായിട്ട് പറ്റിയില്ല. അതുപോലെ അവരുടെ കൂടെ വന്നവരൊന്നും ഉണ്ണിയല്ല കണ്ടത്. അവർ കണ്ടത് ഈ ദാരിദ്ര്യം പിടിച്ച ഈ ഭാര്യനെയും ഭർത്താവിനെയും ആണ് അവർ കണ്ടത്. അതുപോലെ ഒരു കുഞ്ഞ് ഇങ്ങനെ കിടക്കുന്നു, അത്രയേ കണ്ടുള്ളൂ. അവർ ദൈവത്തെ കണ്ടില്ല. രാജാക്കന്മാരാണ്, ദൈവത്തെയാണ് ഞങ്ങൾ വണങ്ങുന്നത് എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിന് ഭയങ്കര വ്യത്യാസമാണ്. അവർ കണ്ടു, ഗുഹയിൽ ഒരു പാവപ്പെട്ട ഫാമിലിയിൽ ഒരു സ്ത്രീ പ്രസവിച്ച് ഒരു കുട്ടിയായിട്ട് കിടക്കുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവരുടെ കണ്ണുകളിൽ ദൈവത്തെ കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. പൂജാരാജാക്കന്മാർ പൊന്നും മീറയും കുന്തിരിക്കവും കൂടാതെ കുറച്ച് സാധനങ്ങൾ കൂടി കൊടുത്തിരുന്നു. പക്ഷെ പരിശുദ്ധ അമ്മ പൊന്നും മീറയും കുന്തിരിക്കവും ഒഴിച്ചുള്ള സമ്മാനങ്ങളൊക്കെ അവർക്ക് തിരികെ കൊടുത്തു. അതുമാത്രമല്ല, ഉണ്ണിയുടെ പിള്ളക്കച്ചകളിൽ ചിലത് മാതാവ് അവർക്ക് പ്രതിസമ്മാനമായി കൊടുത്തു. കാരണം ഇതിനേക്കാൾ വലിയൊരു സമ്മാനം അവർക്ക് കൊടുക്കാനില്ലല്ലോ. ദൈവത്തിൻ്റെ
പിള്ളക്കച്ചയിലെ ഒരു ഭാഗം കൊടുക്കുക. ദൈവത്തിനെ തന്നെ ഏറ്റുവാങ്ങുന്ന പോലെയായല്ലോ. വലിയ സന്തോഷത്തോടു കൂടിയാണ് അവർ ഈ പിള്ളക്കച്ചയെ ഏറ്റുവാങ്ങിയത്. എന്നിട്ട് സ്വർണം കൊണ്ടും രത്നം കൊണ്ടും അലങ്കരിച്ച് ഭദ്രമായിട്ട് അവർ സൂക്ഷിച്ചു ഈ തിരുശേഷിപ്പ് എന്നാണ് അഗ്രതയിലെ മരിയ വെളിപ്പെടുത്തുന്നത്. ഈ തിരുശേഷിപ്പ് ഈ പിള്ളക്കച്ച കൊണ്ടുപോകുമ്പോൾ വലിയ ഒരു വളരെ മനോഹരമായ സുഗന്ധമുള്ള ഒരു അഭിഷേകം അവിടെ പ്രസരിച്ചു ഇത് കൊണ്ടുപോകുന്നിടത്തൊക്കെ എന്നാണ് പറയുന്നത്. ആ സുഗന്ധാഭിഷേകം വിശ്വസിക്കുന്നവർക്ക് മാത്രമേ കിട്ടിയുള്ളൂ. വിശ്വസിക്കാത്തവർക്ക് അത് കിട്ടിയെങ്കിലും അത് മനസ്സിലായില്ല. ഇന്നും നടക്കുന്നത് അതൊക്കെ തന്നെയാണ്. വിശ്വാസം വലിയ ഒരു പുണ്യമാണ്. എന്നാൽ അന്ധമായിട്ട് തിന്മയെയും ഇതിനിടയിൽ വിശ്വസിക്കാൻ ഇടവരരുത് എന്നും നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ നെടുവീർപ്പോടും കണ്ണുനീരോടും കൂടിയാണ് പൂജാരാജാക്കന്മാർ അവിടെ നിന്നും യാത്ര തിരിച്ചത്. ഇന്ന് ധനഹ തിരുനാൾ, പിണ്ടിപ്പെരുന്നാൾ, രാക്കുളി തിരുനാൾ എന്നൊക്കെ പറയുന്ന ഈ പിണ്ടി നമ്മുടെ മുറ്റത്ത് തെളിയുമ്പോൾ നമുക്ക് ഓർക്കാം, ഈശോ രാജാവാണ്, ദൈവമാണ്, മനുഷ്യനാണ്. ഈശോയെ പരിച്ഛേദന കർമ്മം നടത്തുന്നതും പിന്നീട് ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നതും അതുപോലെ നമ്മളും പൂർണ്ണമായി ദൈവത്തിന് കാഴ്ച കൊടുക്കേണ്ടവരാണ്. ഒന്നും ബാക്കി വയ്ക്കരുത്. എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. അതുപോലെ ദൈവമായിട്ട് പോലും സ്വന്തം അപ്പനെയും അമ്മയെയും നിയമത്തെയും അനുസരിച്ച ഉണ്ണീശോ. നമുക്കിന്ന് ചിന്തിക്കാം, മാമ്മോദീസയിൽ കിട്ടിയ ആ വസ്ത്രം നമ്മൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? ഇപ്പോഴും വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, താഴാനുള്ള മനോഭാവം, ജീവിത പങ്കാളി എത്ര തെറ്റ് ചെയ്താലും ക്ഷമ ചോദിച്ചാൽ മാപ്പ് കൊടുക്കാനുള്ള മനോഭാവം, കുടുംബനാഥനെ അനുസരിക്കാനുള്ള ഒരു എളിമ എനിക്കുണ്ടോ? മക്കളെപ്പോലും എളിമയോടെ നോക്കിക്കാണാനുള്ള ഒരു മനോഭാവം എനിക്കുണ്ടോ? സമൂഹ ജീവിതത്തിൽ എത്ര വലിയവനായാലും എന്നെ നയിക്കുന്നവനെ അനുസരിക്കാറുണ്ടോ? എൻ്റെ വിശുദ്ധിയുടെ വസ്ത്രം എങ്ങനെ ചെളി പറ്റിയിട്ടുണ്ട്, കറ പറ്റിയിട്ടുണ്ട്? ഓർക്കാം നമുക്ക്. സ്നാപക യോഹന്നാൻ്റെ അടുത്ത് മാമ്മോദിസയ്ക്കായിട്ട് നിൽക്കുന്നൊരു ദൈവം. ഇന്ന് നമുക്ക് അത് ധ്യാനിക്കാം. പൂജാരാജാക്കന്മാർ വന്ന് ആരാധിച്ചതും ഈശോയുടെ പിള്ളക്കച്ച അവർക്ക് കിട്ടിയെന്നും ഇത് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള കാര്യമല്ല കേട്ടോ. അഗ്രതായിൽ വിശുദ്ധ വാഴ്ത്തപ്പെട്ട മരിയ എഴുതി വച്ചിരിക്കുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇന്നേ ദിവസം പിണ്ടിയിന്മേൽ തെളിയുന്ന ആ പ്രകാശം ഓർക്കാം. ഇത് പൂജാരാജാക്കന്മാർ കണ്ട പ്രകാശമാണ്. ആകാശത്ത് തെളിഞ്ഞ നക്ഷത്രമാണ്. അത് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞില്ല. അത് കാണാനുള്ള കൃപ, അത് കാണാനുള്ള വിശുദ്ധി, അത് കാണാനുള്ള എളിമ ഞങ്ങൾക്ക് നൽകണമേ. ഈശോ ദൈവമാണ്, രാജാവാണ്, മനുഷ്യനാണ്. നീ മനുഷ്യനാണെങ്കിൽ ദൈവവും മനുഷ്യനായിരുന്നു. എല്ലാവരുടെ മുമ്പിലും എളിമപ്പെട്ട് മനുഷ്യത്വത്തിൽ നിന്നുള്ള എല്ലാ സഹനങ്ങളും അവൻ ഏറ്റെടുത്തിരുന്നു എന്ന് നമുക്കോർക്കാം. മാമ്മോദീസയിൽ കിട്ടിയ വസ്ത്രം ചെളി പുരളാതെ സൂക്ഷിക്കാനുള്ള കൃപ നൽകണമേ എന്ന് എളിമയോടെ നമുക്ക് യാചിക്കാം. ആ വസ്ത്രം വെട്ടിത്തിളങ്ങുക നിന്നെ വേണ്ടപ്പെട്ടവർ ഒഴിവാക്കുമ്പോഴാണ് കേട്ടോ. നിന്നെ വേണ്ടപ്പെട്ടവർ ഒഴിവാക്കുമ്പോൾ അത് ക്ഷമയോടെ സഹിച്ചാൽ നിൻ്റെ വസ്ത്രം വെട്ടിത്തിളങ്ങും. മറ്റുള്ളവരെ അപവാദം പറയുമ്പോൾ അത് നിശബ്ദമായി ക്ഷമിച്ചാൽ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ പോലെയാകും നീ. അപ്പോൾ അന്ത്യവിധിയിൽ ഈശോ പറയും, വെട്ടിത്തിളങ്ങുന്ന വസ്ത്രമെടുത്ത് ആരാണ് വന്നിരിക്കുന്നത്? എൻ്റെ വലതുഭാഗത്ത് അണിനിരക്കുക.
ഈ എപ്പിഫനി, ഈ ധനഹാ തിരുനാൾ നമുക്ക് ഒരു വലിയ ചിന്ത നൽകുന്നതായിരിക്കട്ടെ. ആകാശത്ത് കണ്ട നക്ഷത്രത്തെ ഓർക്കാം. ആ നക്ഷത്രം കാണാനുള്ള വിശ്വാസവും വിനയവും എളിമയും വിശുദ്ധിയും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.